ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ തേർഡ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിന് മുന്നുള്ള എക്സസൈസിൽ നമ്മൾ ചെയ്തത് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഇത് ഡിവിഷൻ ആണ്. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോഴുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ സൊല്യൂഷൻ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ഇൻട്രഡക്ഷൻ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നായി സോൾവ് ചെയ്ത് നോക്കാം. 12 ഡിവൈഡഡ് ബൈ 3/4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രാക്ഷനുമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയെന്ന്. റെസിപ്രോക്കൽ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഒരു ഫ്രാക്ഷൻ എഴുതുകയാണ് 1/2. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിച്ചെഴുതുന്നത്. ഡിനോമിനേറ്റർ മേലേക്കും ന്യൂമറേറ്റർ താഴേക്കും എഴുതി കൊടുക്കുക. അതായത് 2/1. ഇതാണ് ഇതിൻ്റെ റെസിപ്രോക്കൽ. ഇപ്പോൾ 3/2 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ 2/3 ആണ്. നമുക്കിവിടെ ഒരു നമ്പറിനെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കത് നോക്കാം. 12 ഇൻറ്റു 4/3 അല്ലേ. 3/4ൻ്റെ റെസിപ്രോക്കലാണ് 4/3. ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. 12-ൽ 3 4 ടൈംസ്, 3-ൽ 3 1 ടൈം. 4 ഇൻറ്റു 4 ഈസ് 16. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14 ഡിവൈഡഡ് ബൈ 5/6. അപ്പോൾ നമുക്ക് 14 ഇൻറ്റു 5/6ൻ്റെ റെസിപ്രോക്കൽ 6/5 ആണ്. ഇനി 14 ഇൻറ്റു 6 ചെയ്യാം. 6 4s are 24. 4 here, 2 up. 1 into 6 is 6. 6 plus 2 is 8. 84/5. ഇനി 84നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മിക്സ് ഫ്രാക്ഷനിൽ ആൻസർ എഴുതാം. 8-ൽ 5 1 ടൈം. 1 into 5 is 5. 8 minus 5 is 3. ഈ 4 താഴേക്ക് വരുന്നു. 34-ൽ 6 5s ആണ്. 6 5s are 30. 4 minus 0 is 4. 3 minus 3 is 0. ഇനി നമുക്ക് ഇതിനെ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് ഇവിടെ എഴുതാം. 16 4/5. ഇതാണ് ആൻസർ. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 8 ഡിവൈഡഡ് ബൈ 7/3. 8 ഇൻറ്റു 7/3യുടെ റെസിപ്രോക്കൽ 3/7 എഴുതി. 8 ഇൻറ്റു 3 ഈസ് 24/7. 24നെ നമുക്ക് 7 ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. 3 7s are 21. 4 minus 1 is 3. 2 minus 2 is 0. പിന്നെ ഇങ്ങോട്ട് എഴുതുമ്പോൾ 3/7 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. ഈസിയാണ് അല്ലേ. അടുത്തത് നോക്കാം. 4 ഡിവൈഡഡ് ബൈ 8/3. 4 ഇൻറ്റു 3/8. 4ഉം 8ഉം കൂടെ കട്ട് ചെയ്യാം. 4-ൽ 4 1 ടൈം. 8-ൽ 4 2 ടൈംസ്. 3/2 എന്ന് കിട്ടുന്നു. 3നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 into 2 is 2. 3 minus 2 is 1. 1/2 എന്ന് ആൻസർ എഴുതാം. ഇനി അടുത്തത് 3 ഡിവൈഡഡ് ബൈ 2 1/3. ആദ്യം നമുക്ക് മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയിട്ട് അതിനുശേഷം റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6. 6 plus 1 is 7/3. ഈ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 3/7. 3 ഇൻറ്റു 3 is 9/7. 9 ഡിവൈഡഡ് ബൈ 7. 1 7 is 7. 9 minus 7 is 2. നമ്മുടെ ആൻസർ 1 2/7 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 5 ഡിവൈഡഡ് ബൈ 3 4/7. 5 ഡിവൈഡഡ് ബൈ 3 into 7 is 21. 21 plus 4 is 25/7. ഇനി 5 into 7/25. മനസ്സിലായല്ലോ. ഇതിൻ്റെ റെസിപ്രോക്കലാണ് കേട്ടോ 7/25 എന്ന് എഴുതിയത്. 5-ൽ 5 1 ടൈം. 25-ൽ 5 ടൈംസ്. 7/5. ഇനി 7നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 into 5 is 5. 7 minus 5 is 2. നമ്മുടെ ആൻസർ 1 2/5 എന്നാണ്. ഈ പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വളരെ ഈസിയാണ് കേട്ടോ കൂട്ടുകാരെ. ഇത് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം, തെറ്റിക്കാതെ ചെയ്യണം.
പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ പറയണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.